2012 ഏകദേശം 10-12 വർഷം മുന്നേ കുട്ടി വാപ്പ്, ഡെഡോമിൽ പോലെയുള്ള വെബ്സൈറ്റിലെ ഗെയിംസ് മുഴുവനും അമ്മയുടെ നോക്കിയ C3 ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നത് മെയിൻ ഹോബിയായി കൊണ്ട് നടന്ന കാലമായിരുന്നു അത്. ആ സമയത്തെ ഫിറ്റ് ഗേൾ ഡോഡി പോലെയാണെന്ന് പറയാം. അങ്ങനെ ഓരോ ഗെയിംസും ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഗെയിം ലോഫ്റ്റിൻ്റെ മിയാമി നൈറ്റ്സ് സിംഗിൾസ് ഇൻ ദ സിറ്റി കണ്ണിൽപ്പെടുന്നത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നതും. ഗെയിമിൻ്റെ സ്റ്റൈൽ പിക്സലേറ്റഡ് പോലെയാണ് ഉണ്ടാവുക. അതൊരു ഡേറ്റിംഗ് സിമുലേഷൻ ഗെയിമായിരുന്നു. അതായത് സിറ്റിയിലോട്ട് വരുന്ന ഒരുത്തൻ അവിടെ ജോബ്, ബിസിനസ് അങ്ങനെ പോകുന്നു. അതിൻ്റെ ഭാഗമായി കുറേ പേരെ കണ്ടുമുട്ടുന്നു, റിലേഷൻഷിപ്പിലാകുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി ഞാൻ ലൈഫിൽ ആദ്യമായി കളിച്ചൊരു സിമുലേഷൻ ഗെയിമായിരുന്നു അത്. അതിനുശേഷം സിംസ് പോലെയുള്ള ഗെയിംസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും എനിക്ക് മിയാമി നൈറ്റ്സ് സ്പെഷ്യൽ ഗെയിം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം 2024 ഇതാ ഒരു ലൈഫ് സിമുലേഷൻ ഗെയിം പുറത്തു വരാൻ പോകുന്നു, ഇൻസോയ്. ഇതിൻ്റെ പബ്ലിഷർ പബ്ജിയിലൂടെ പോപ്പുലറായ ക്രാഫ്റ്റോൺ ആണ്. നോർമൽ ലൈഫ് സിമുലേഷൻ ഗെയിംസിൽ കസ്റ്റമൈസേഷൻ, അട്രാക്റ്റീവായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമാണ് അധികം ഫോക്കസ് ചെയ്യാറ്. അതായത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓരോ സിംസ് ഗെയിംസ് റിലീസാകുമ്പോഴും മേജർ ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇൻസോയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ ഗ്രാഫിക്സ് ആണ്. ഫോട്ടോ റിയലിസ്റ്റിക് വിഷ്വൽസ് ആണ് ഇത് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത് അൺറിയൽ എഞ്ചിനിൽ തന്നെയാണ്. നെക്സ്റ്റ് ടൂം റൈഡർ ഗെയിം, വിച്ചർ ഗെയിമും അൺറിയൽ എഞ്ചിനിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന ന്യൂസൊക്കെ വന്നതായിരുന്നു. ഫ്യൂച്ചർ മുഴുവൻ മീഡിയ ഇൻഡസ്ട്രി തന്നെ അൺറിയൽ എഞ്ചിനിലോട്ട് മാറുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. ഇത് ഈ ഒരു ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് അറിയാം. ഗെയിമിലെ ക്യാരക്ടർ മോഡൽസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കാലം സിംസ് ആയിരുന്നു ഈ ഒരു ലൈഫ് സിമുലേഷൻ ഗെയിമിൽ കിങ് ആയിട്ടുണ്ടായത്. അതായത് കോമ്പറ്റീഷൻസ് ഇല്ലാണ്ട് ഇവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഗെയിം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പുറത്ത് വന്നാൽ എന്തുകൊണ്ടും സിംസിനേക്കാളും മികച്ച ഗെയിമായിട്ട് തന്നെ മാറാൻ ഇതിന് എല്ലാ തരത്തിലുള്ള സ്കോപ്പും ഉണ്ട്. ഗെയിമിൽ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ മെയിൻ ക്യാരക്ടർ, നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഹാപ്പിനെസ്, ഹൈജീനൊക്കെ നോക്കി ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കണം. മിയാമി നൈറ്റ്സിൽ തന്നെ അവർ ഓവറായിട്ട് ഡ്രിങ്ക്സ് എടുത്താൽ കിക്കാവുന്നത് പോലെ, കുളിച്ചില്ലെങ്കിൽ ആൾക്കാർ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നത് പോലെയൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ 2006-2007 സമയത്ത് തന്നെ കൊണ്ടുവന്നതായിരുന്നു. ഈ ഒരു ഗെയിമിൽ വീട്ടിലെ അപ്പാർട്ട്മെൻറ്റ്സിലെ വീട്ടിൽ ചെടിക്ക് വെള്ളം നിറക്കുക പോലെയുള്ള ഹൈലി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഗെയിമിൻ്റെ ഫൈനൽ വേർഷനിൽ ഏത് രീതിയിലാണ് കാണാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് നോക്കാം. ക്രാഫ്റ്റോൺ കൊറിയൻ കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈലിന് ഇതിൽ ഫോക്കസ് കൊടുത്തതുപോലെ കാണാൻ പറ്റും. ഗെയിമിംഗ് കഫേയിൽ പോയിരുന്ന് ഗെയിം കളിക്കാം. ഏകദേശം 35 സ്കിൻ ടോൺസ് കസ്റ്റമൈസേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ട്രെയിലറിൽ ജോക്കറിനെ പോലെ കസ്റ്റമൈസ് ചെയ്തതൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ലുക്സിനനുസരിച്ച് ബാക്കിയുള്ള NPCസും റിയാക്ട് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ഗെയിമിൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റി ഇതുവരെ കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ഞാൻ എവിടെയും എക്സാക്റ്റ് കണ്ടിട്ടില്ല. ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന് കുറേ വെബ്സൈറ്റ്സിൽ കണ്ടതായിരുന്നു. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടതാണോ അല്ലയോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു റിയലിസ്റ്റിക് സിംസ് ഗെയിമിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കമൻറ്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യൂ. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒരു സബ്സ്ക്രൈബ് എടുത്തില്ല ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നവരെ ഇങ്ങോട്ട് വെച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.